Dear students, ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് ചെറിയൊരു സെഷൻ ആയിരിക്കും. ബിക്കോസ് ഭാവിയിൽ റാങ്ക് മേക്കിംഗ് ആകാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. ഈ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് അടുത്ത കാലത്ത് PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. അതായത് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നമ്മൾ മുൻകാല വർഷ ചോദ്യങ്ങളുടെ പോളുകൾ ഡെയിലി മോക്ക് ടെസ്റ്റ് ആയിട്ട് ഇടാറുണ്ട്. സോ അത് അറ്റൻഡ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ചില ചോദ്യങ്ങൾ അപ്രോച്ച് ചെയ്യുമ്പോൾ സ്റ്റുഡൻസിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. അത് PSC കുറച്ച് കുഴപ്പിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പൊ അത്തരം ചോദ്യങ്ങൾ ചർച്ച ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ വരാൻ പോകുന്ന ധാരാളം ചോദ്യങ്ങൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ടെലിഗ്രാം ഫാമിലി അംഗങ്ങളല്ലാത്ത ആൾക്കാർ ടെലിഗ്രാം ഫാമിലിയിലേക്ക് വരിക. ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പൊ ആ ലിങ്ക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഫാമിലിയുടെ അംഗമാവുന്നതാണ്. ഡെയിലി രാവിലെ അവിടെ തരുന്ന മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആവും. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന ചോദ്യങ്ങൾ എല്ലാവരും ഉത്തരം കണ്ടെത്തും. പക്ഷെ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ടോപ്പ് അടിക്കണമെങ്കിൽ മറ്റാർക്കും കിട്ടാത്ത ചില ചോദ്യങ്ങളുടെ ഉത്തരം നമുക്ക് കണ്ടെത്താൻ സാധിക്കണം. അപ്പൊ അത്തരം റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള സെഷൻ ആയിരിക്കും ഇന്നത്തേത്. അപ്പൊ നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ചർച്ച ചെയ്ത് തന്നെ പോവാം അല്ലെ. അതിന്റെ കൂടെ അസോസിയേറ്റഡ് ഫാക്ടുകൾ നമുക്ക് കാണാം. ഈ നോട്ടും ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഈ നോട്ടും ടെലിഗ്രാമിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ ടെലിഗ്രാം ചാനൽ അംഗങ്ങളായതിനു ശേഷം ഈ നോട്ട്സ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ചോദ്യം എന്താണ്? പൊളിറ്റിക്കൽ സ്വരാജ് വുഡ് മീൻ ഇംഗ്ലീഷ് വിത്തൗട്ട് ഇംഗ്ലീഷ്മെൻ. ഇത് PSC പലപ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. അതായത് ഇംഗ്ലീഷുകാരില്ലാത്ത ഇംഗ്ലീഷ് ഭരണം, അതാണ് സ്വരാജ്. ഇത് പറഞ്ഞത് ആരാണെന്നുള്ളൊരു ചോദ്യമുണ്ട്. പല ആൾക്കാർക്കും കൺഫ്യൂഷൻ ആവും. ഗാന്ധിജി ആണോ അംബേദ്കർ ആണോ പറഞ്ഞത്? ഇതിന് യഥാർത്ഥ ഉത്തരം ഗാന്ധിജി എന്നുള്ളതാണ്. കാരണം ഹിന്ദ് സ്വരാജ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ജേർണലിലാണ് ഈ ഒരു വാചകം അദ്ദേഹം യൂസ് ചെയ്യുന്നത്. അപ്പൊ അടുത്ത ചോദ്യം എന്തായിരിക്കും? ഇംഗ്ലീഷ് റൂൾ വിത്തൗട്ട് ഇംഗ്ലീഷ്മെൻ. ഇത് ഏത് പുസ്തകത്തിലാണ് പറഞ്ഞിട്ടുള്ളത്? ഹിന്ദ് സ്വരാജ് അല്ലെ. അപ്പൊ എന്താണ് സ്വരാജ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്? സ്വന്തം രാജ്യം, അതായത് സ്വാതന്ത്ര്യം എന്നുള്ളൊരു മീനിങ് തന്നെയാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഗാന്ധിജിക്ക് മുമ്പ് സ്വരാജ് എന്നുള്ളൊരു ആശയം ആദ്യമായിട്ട് നമുക്കറിയാം കോൺഗ്രസ് അത് ഉന്നയിക്കുന്നുണ്ട്. ദാദാഭായ് നവറോജിയുടെ ഒരു കാലഘട്ടത്തിലാണ് അവരത് ഉന്നയിക്കുന്നത്. ബാലഗംഗാധർ തിലക്, അരബിന്ദോ ഘോഷ് ഇവരൊക്കെ ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. പക്ഷേ എന്താണ് സ്വരാജ് എന്നുള്ള കാര്യത്തിൽ ഇവർക്ക് ഒരു ഏകോപനം ഇല്ല. ഓരോരുത്തരെ സംബന്ധിച്ച് സ്വരാജ് ഓരോന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു കോമൺ ഡെഫിനിഷൻ ഇല്ലായിരുന്നു. ഗാന്ധിജിയുടെ മഹത്വം ഇതാ, അദ്ദേഹം വന്നതിന് ശേഷം സ്വരാജ് എന്ന് പറയുന്ന ഒരു ആശയത്തിന് ഒരു കോമൺ ഡെഫിനിഷൻ ക്രിയേറ്റ് ചെയ്തു. ഉദാഹരണത്തിന് ദാദാഭായ് നവറോജിയെ സംബന്ധിച്ച് സ്വരാജ് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വേണം, പക്ഷേ ബ്രിട്ടീഷുകാരുടെ അണ്ടറിൽ ഇന്ത്യക്കാർക്ക് കുറച്ചും കൂടെ ഒരു സ്വാതന്ത്ര്യം വേണം. അതായിരുന്നു ബാലഗംഗാധർ തിലക് ദാദാഭായ് നവറോജിയെ സംബന്ധിച്ച് സ്വരാജ്. പക്ഷെ അരവിന്ദോ ഘോഷിനെ സംബന്ധിച്ച് സ്വരാജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് ആ. ബ്രിട്ടീഷുകാരെ ചവിട്ടി പുറത്താക്കി നമ്മൾ സ്വന്തമായിട്ട് അധികാരം പിടിച്ചെടുക്കുന്നതായിരുന്നു അരബിന്ദോ വിഭാവനം ചെയ്ത സ്വരാജ്. അപ്പൊ അത്തരത്തിൽ പല നേതാക്കൾക്കിടയിൽ പല ആശയങ്ങളായിരുന്നു ഇതിനകത്ത് ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ പുതിയ PSC പാറ്റേൺ ഇത്തരത്തിൽ അനലിറ്റിക്കലായി ആഴത്തിലിറങ്ങി പഠിക്കുമ്പോഴാണ് നമുക്ക് ചോദ്യങ്ങളുടെ ഉത്തരം പെട്ടെന്ന് കിട്ടുക. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഞങ്ങളുടെ ക്ലാസ്സസിലും ഈ ഒരു പാറ്റേണിലാണ് ക്ലാസ്സസ് എടുക്കുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇത്രയും നേതാക്കന്മാരുടെ ആശയത്തിനെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു കോമൺ ഡെഫിനിഷൻ, അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് മുഴുവൻ അംഗീകരിക്കാവുന്ന രീതിയിൽ കോമൺ ഡെഫിനിഷൻ കൊണ്ടുവന്നു എന്നുള്ളതാണ് ഗാന്ധിജിയുടെ മഹത്വം. ഓക്കെ. ഇപ്പം തിലകിനെ സംബന്ധിച്ച് സ്വരാജിന്റെ ഡെഫിനിഷൻ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ചില ഇഷ്യൂസ് അവിടെ ഉണ്ട്. അപ്പോ ഈ ഒരു കാര്യം ആ ഒരു കോണ്ടെക്സ്റ്റ് ഓർത്തിരിക്കുക. കാര്യം ദാദാഭായ് നവറോജി സ്വരാജിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അംബേദ്കറും ഗാന്ധിജിയും ബാലഗംഗാധർ തിലകും ഒക്കെ സ്വരാജിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. കുറച്ചും കൂടെ ആഴത്തിലിറങ്ങി പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അംബേദ്കർ പലപ്പോഴും സ്വരാജിനെതിരായിരുന്നു. അതെ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ സൃഷ്ടിച്ച അംബേദ്കർ അല്ലെങ്കിൽ സ്വാതന്ത്ര്യം, ഇന്ത്യയെ ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യ സ്വാതന്ത്ര്യം നേടണം എന്നുള്ള ആശയത്തിന് എതിരായിരുന്നു പലപ്പോഴും. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിറ്റ് പോയി കഴിഞ്ഞാൽ ഇന്ത്യ പിന്നെ ഭരിക്കുന്നത് ജന്മിമാരും അല്ലെങ്കിൽ ഭൂപ്രഭുക്കന്മാരും അല്ലെങ്കിൽ അപ്പർ ക്ലാസ് ഹിന്ദുസും ആകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ദളിത് വംശം അല്ലെങ്കിൽ ദളിതർ അവരുടെ അണ്ടർ അട്രോസിറ്റീസ് അനുഭവിക്കുന്ന ഒരു ഭയം അംബേദ്കർ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലെ സാമൂഹ്യ പശ്ചാത്തലം അങ്ങനെ ആയിരുന്നു. പക്ഷെ പിന്നീട് കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിക്കുന്നു, അതിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും അവകാശം കൊടുക്കുന്നു. പിന്നെ ഈ ഒരു ഇഷ്യൂ ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ പറഞ്ഞു വരുമ്പോൾ ഇത് എല്ലാവരും സ്വരാജിനെ ചില സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ചില അവസരത്തിൽ ഒപ്പോസും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ രീതിയിൽ കുറച്ച് ആഴത്തിലിറങ്ങി പഠിച്ചു കഴിഞ്ഞാൽ ഒരു ബ്രോഡ് കോണ്ടെക്സ്റ്റ് കിട്ടും. കാര്യം ചരിത്രം പഠിക്കുമ്പോഴാണ് നമുക്ക് പലപ്പോഴും നമ്മളെ പറ്റിയും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനെ പറ്റി കൃത്യമായിട്ടൊരു ധാരണ കിട്ടാം. അപ്പൊ ഇത്രയും ഫാക്ടുകൾ ഒന്ന് നോട്ട് ഡൗൺ ചെയ്യാം. നമുക്ക് അടുത്ത് നോക്കാനുള്ളത് മറ്റൊരു റാങ്ക് മേക്കിംഗ് ചോദ്യമാണ്. അടുത്ത കാലത്ത് PSC വെച്ചുള്ള ഒരു ചലഞ്ചിങ് ചോദ്യമാണ് അല്ലെ. ചോദ്യം എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ ഈസ് നോട്ട് എക്സാക്ട്ലി മാച്ച്ഡ്. അതായത്
3 ലിസ്റ്റ് ഉണ്ട് നമ്മുടെ ഭരണഘടനയിൽ. സെൻട്രൽ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. സെൻട്രൽ ലിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂണിയൻ ലിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർലമെന്റ്, കേന്ദ്രത്തിലുള്ള പാർലമെന്റിന് മാത്രമേ അതിൽ നിയമം നിർമ്മിക്കാൻ സാധിക്കുള്ളൂ. ഉദാഹരണം ഡിഫൻസ് അല്ലെ, ഡിഫൻസ് പട്ടാളത്തിനെ സംബന്ധിച്ച് സംസ്ഥാനങ്ങൾക്ക് നിയമമൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല, എല്ലാം കേന്ദ്രത്തിന്റെ നിയമമാണ്. അതുപോലുള്ള ഒന്നാണ് സ്റ്റേറ്റ് ലിസ്റ്റ്. അതിൽ സംസ്ഥാന സർക്കാരാണ് അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭകളാണ് നിയമം നിർമ്മിക്കുക. കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും നിയമം നിർമ്മിക്കാൻ പറ്റും. ഇത് സ്ഥിരം PSCയുടെ ചോദ്യമാണ്. പക്ഷെ അടുത്ത കാലത്ത് അവർ വെറൈറ്റി ആയിട്ട് ചോദിച്ചൊരു ചോദ്യമാണ് ഇത്. അതായത് ഇതിന്റെ തെറ്റായ ജോഡി ഏതെന്ന ചോദ്യം. ഇതിന്റെ തെറ്റായ ജോഡി B ആണ്. ബിക്കോസ് ക്യാപിറ്റേഷൻ ടാക്സ് എന്ന് പറയുന്നത് യൂണിയൻ ലിസ്റ്റ് അല്ല. ക്യാപിറ്റേഷൻ ടാക്സ് സ്റ്റേറ്റ് ലിസ്റ്റിന് അണ്ടറിലാണ് വരുന്നത്. നോക്കുക, ബാക്കിയെല്ലാം കറക്റ്റ്. ബെറ്റിംഗ് ആൻഡ് ഗാംബ്ലിംഗ് സ്റ്റേറ്റ് ലിസ്റ്റ് ആണ്. ട്രസ്റ്റ് ആൻഡ് ട്രസ്റ്റീസ് കൺകറന്റ് ലിസ്റ്റ്. ഫാമിലി പ്ലാനിങ് കൺകറന്റ് ലിസ്റ്റ്. പക്ഷെ ക്യാപിറ്റേഷൻ ടാക്സ് സ്റ്റേറ്റ് ലിസ്റ്റ് ആണെന്നുള്ളത് ഇറങ്ങിയിരിക്കുക. അതുകൊണ്ട് തന്നെ ഇത് മറ്റ് സംസ്ഥാനങ്ങളിലെ PSCയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് വന്നിട്ടുള്ള മറ്റ് ചോദ്യങ്ങൾ ഞാൻ കൺസോൾഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ടെലിഗ്രാമിൽ ഇന്നലെ തന്നെ കൊടുത്തിരുന്നു ഇതിന്റെ നോട്ട്സ്. ഇത്രയും നോട്ട്സ് അപ്പം തന്നെ കിട്ടാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടെലിഗ്രാം കുടുംബാംഗങ്ങളാവാം. ചോദ്യം എന്താണ്? മറ്റിനി വരാൻ പോകുന്ന ചോദ്യം എന്താണെന്ന് അറിയാം, ബാങ്ക്രപ്സി ആൻഡ് ഇൻസോൾവൻസി. ഇത് ഏത് ലിസ്റ്റിലാണ്? ഇത് കൺകറന്റ് ലിസ്റ്റ് ആണ്. ക്യാപിറ്റേഷൻ ടാക്സ് നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ് ലിസ്റ്റ് ആണ്. ഇത് രണ്ടും നമ്മൾ കണ്ടു. ട്രസ്റ്റ് ആൻഡ് ട്രസ്റ്റീസ് കൺകറന്റ് ലിസ്റ്റ് ആണ്. സോഷ്യൽ സെക്യൂരിറ്റി ആൻഡ് സോഷ്യൽ ഇൻഫ്ലുവൻസ് ഇതും കൺകറന്റ് ലിസ്റ്റ് ആണ്. ഇത്രയൊന്ന് ഓർത്ത് വെച്ചിരിക്കാൻ വളരെ നന്നായിരിക്കും. അതുപോലെ എനിക്കൊന്ന് കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിൽ വന്നൊരു ചോദ്യം, അത് പല ആൾക്കാരും കുഴപ്പിച്ച മറ്റൊരു ജോഗ്രഫിയിലെ ചോദ്യമാണ് അല്ലേ. കൊട്ടമലൈ ഇത് എവിടെയാണെന്ന ചോദ്യം. കൊട്ടമലൈ ഇത് പെരിയാർ പ്ലേറ്റ്യൂലാണെന്നുള്ളത് ഓർത്തിരിക്കുക. ഇവിടെ നിന്നുള്ള ചോദ്യങ്ങൾ ഇനി വരാൻ സാധ്യതയുണ്ട്. അപ്പൊ എനിക്ക് നിങ്ങളുടെ ഒരു ചലഞ്ച് ഇതാണ്. നിങ്ങൾ അടുത്ത കാലത്ത് വായിച്ച റാങ്ക് മേക്കിംഗ് ഫാക്ട് എന്താണ്? കമന്റ് സെക്ഷനിൽ പറയാം. ബിക്കോസ് നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു കൊളാബറേറ്റീവ് ലേണിംഗ് ആണ് അല്ലെ. ഞങ്ങൾ അധ്യാപകർ നിങ്ങളിൽ നിന്നും പഠിക്കുന്നു, നിങ്ങൾ ഞങ്ങളിൽ നിന്നും പഠിക്കുന്നു. അപ്പൊ ഒരു കൊളാബറേറ്റീവ് ആയിട്ട് പഠിച്ചു വരുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ നോളജ് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പം ഇത് നിങ്ങൾ ഓർത്തിരിക്കുക. എഗെയിൻ നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മുതൽ LSTS മെയിൻസുള്ള എല്ലാ കോഴ്സുകളും ഓഫറിൽ ഇട്ടിരിക്കുകയാണ്. കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കോഴ്സിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. അപ്പൊ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾ റാങ്ക് മേക്കിംഗ് ഫാക്ട് കമന്റ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.